വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതിയില്ല. സിവിൽ ഏവിയേഷൻ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസുകാരാണ് കേസിലെ പ്രതികൾ. റിനു ശ്രീധർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് ചേരുന്നു. റിനു, പറയൂ. നമുക്കറിയാം 2022 ജൂണിലാണ് കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഈ സ്വർണ്ണക്കടത്തിന് ശേഷമാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലിലാണ് ഇത്തരം ഒരു പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തത്. ഇ പി ജയരാജൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിമാനത്തിൽ ഉണ്ടാക്കിയ സംഘർഷങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഇതിൽ 3 പ്രതികളാണ്. ഇതിൽ ഈ വിമാനത്തിനുള്ളിൽ വെച്ച് നടന്നതായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതി വേണം. കുറ്റപത്രത്തിന് സിവിൽ ഏവിയേഷൻ നിയമം കൂടി വരുന്നതിനാൽ ഒരു അനുമതി വേണം. ഈ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ കേന്ദ്രത്തിനോട് ഈ ഒരു റിപ്പോർട്ട് തേടിയിരുന്നത്, കുറ്റപത്രം നൽകിയിരുന്നത്. പക്ഷേ ഈ കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അനുമതി നിഷേധിക്കുന്നത് 3 വർഷത്തിന് ശേഷമാണ്. 2022 ഇതുമായി ബന്ധപ്പെട്ട് സംഭവം നടക്കുന്നതും ഈ അനുമതി നേടിക്കൊണ്ട് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. പക്ഷേ ഇതുവരെയും അനുമതി നൽകിയിരുന്നാൽ ഇപ്പോൾ അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകിയിരുന്നു. നമുക്കറിയാം ആ ഒരു പ്രതിഷേധത്തിന് ശേഷമാണ് വലിയ രീതിയിലുള്ള കോലാഹലം സംസ്ഥാനത്തുണ്ടാകുന്നത്. CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്യപ്പോരിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ കേന്ദ്രത്തിന്റെ ഒരു അനുമതി ഇതിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.